ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെ പ്രതികാര ആക്രമണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇസ്രായേലും അവരുടെ വ്യോമസേനയും ചേർന്ന് 100-ലധികം വിമാനങ്ങൾ ഹിസ്ബുള്ളയുടെ പ്രദേശത്ത് ലബനൻ പ്രദേശത്തേക്ക് അയച്ചു. ഇങ്ങനെ ഒരു മുൻകൂർ ആക്രമണം നടത്തുക മാത്രമല്ല, ഇസ്രായേലിൽ 6000 റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഹിസ്ബുള്ള തയ്യാറാണ്. ഞങ്ങളുടെ മുൻകൂർ സ്ട്രൈക്ക് ഇല്ലായിരുന്നുവെങ്കിൽ, ഞങ്ങൾ അവരെ ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഒരു മുൻകൂർ ആക്രമണം നടത്തുമായിരുന്നു. ഞങ്ങൾ മുൻകൂർ ആക്രമണം നടത്തിയിട്ട് കൂടിയും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഇപ്പോൾ ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ എത്തിയിരിക്കുന്നു. ഇങ്ങനൊരു കാര്യം അവർ പറഞ്ഞു. ഇപ്പോൾ ഇതിന് ഹിസ്ബുള്ളയുടെ പ്രതികരണം എന്തായിരിക്കും? ഹിസ്ബുള്ളയുടെ പ്രതികാര ആക്രമണം തുടങ്ങിയോ? ഇതിനെക്കുറിച്ച് ഹിസ്ബുള്ള ഔദ്യോഗികമായി എന്താണ് പറഞ്ഞത്? ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. ഇന്ന് അതിരാവിലെ മുതൽ ഇസ്രായേൽ വളരെ ആവേശത്തിലായിരുന്നു. ഹിസ്ബുള്ള അടിയന്തരമായി യോഗം ചേരുന്നു. ഇവ രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം ഹിസ്ബുള്ള അടിയന്തരമായി ഒരു മീറ്റിംഗ് നടത്തുന്നു. അതേസമയം എന്തുകൊണ്ടാണ് ഇസ്രായേൽ അതീവ ജാഗ്രത പാലിക്കുന്നത്? ഇതായിരുന്നു എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയത്. ആ സമയത്ത് ഹിസ്ബുള്ളയിൽ നിന്നും ഒരു പത്ര റിപ്പോർട്ട് വന്നു. ലബനൻ പ്രദേശത്ത് ഇസ്രായേൽ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അവർ ചെയ്ത എല്ലാ തെറ്റുകൾക്കും അവർ ഉടൻ ശിക്ഷിക്കപ്പെടും. എന്തുകൊണ്ടാണ് ഹിസ്ബുള്ളയെ ആക്രമിച്ചത് എന്ന് ഇസ്രായേൽ ചിന്തിക്കേണ്ട സമയം വന്നു എന്ന് അവർ ഔദ്യോഗികമായി പത്രക്കുറിപ്പ് നൽകുന്നു. ഇതിനുശേഷം ഇസ്രായേൽ മുഴുവനും ഹൈ അലർട്ട്, വടക്കൻ മേഖലകളിൽ റെഡ് അലർട്ട് നൽകുന്നു. ഇസ്രായേലിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ടെൽ-അവീവിൽ ഒരു മുന്നറിയിപ്പ് നൽകി. ആരെങ്കിലും എന്തെങ്കിലും പരിപാടി നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിലോ, ആൾക്കൂട്ടം കൂടിയാലോ, ആൾക്കൂട്ടം കൂടേണ്ട എന്തെങ്കിലും ഈവൻറ്റ്സ് നടത്താൻ പദ്ധതിയുണ്ടെങ്കിലോ എല്ലാം പെട്ടെന്ന് അവസാനിപ്പിക്കണം. ആരും എവിടെയും കൂടി നിൽക്കരുത് എന്ന് ഇസ്രായേൽ സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് വന്നു. ഉടൻ തന്നെ മൊസാദിൽ നിന്നും ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘത്തിൽ നിന്നും ഒരു പത്രക്കുറിപ്പ് വരുന്നു. 6000 റോക്കറ്റുകൾ, ഒന്നോ രണ്ടോ അല്ല, 6000 റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഹിസ്ബുള്ള ഇപ്പോൾ തയ്യാറാണ്. താമസിയാതെ ഈ മിസൈൽസ് എല്ലാം ഇസ്രായേലിൽ എത്തുമെന്ന് അവർ അടിയന്തര മുന്നറിയിപ്പ് നൽകി. ബെൻഗുരിയോൺ വിമാനത്താവളം, രമത് വിമാനത്താവളം ഇവയെല്ലാം ഉടൻ അടച്ചിടുകയാണ്. വിമാനങ്ങൾ പറക്കാനുള്ള നിരോധനം ഏർപ്പെടുത്തി. ഈ ഇസ്രായേലിൻ്റെ സുപ്രധാന പ്രഖ്യാപനത്തിന് ശേഷം ഉടൻ തന്നെ ഇസ്രായേലിൻ്റെ വ്യോമസേന ഒരുങ്ങുകയാണ്. ഇസ്രായേലിൻ്റെ 100-ലധികം വിമാനങ്ങൾ ലബനനിലേക്ക് പറക്കുന്നു. ലബനൻ അതിർത്തിക്കുള്ളിൽ 5 മുതൽ 10 കിലോമീറ്റർ വരെ അകത്തേക്ക് കടക്കുന്നു. കാരണം ലബനനും ഇസ്രായേലും തമ്മിലുള്ള അതിർത്തി ചെറുതൊന്നുമല്ല, ഒരു 10-20 കിലോമീറ്റർ മാത്രമുള്ള അതിർത്തിയൊന്നുമല്ല. 120 കിലോമീറ്ററിലധികം നീളമുള്ളതാണ് ഇസ്രായേലിൻ്റെയും ലബനൻ്റെയും അതിർത്തി. അതിനാൽ ഈ 120 കിലോമീറ്ററിൽ 5 മുതൽ 10 കിലോമീറ്റർ വരെ ഇസ്രായേൽ വിമാനങ്ങൾ അകത്തേക്ക് കടന്ന് വലിയൊരു ആക്രമണം നടത്തി. ഇത് ഇന്ന് അതിരാവിലെ അവർ ലബനൻ്റെ സ്ഥാനങ്ങളിൽ ചെയ്യാൻ തുടങ്ങി. അവരുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ എവിടെയാണോ ഉള്ളത്, ഏതൊക്കെ റോക്കറ്റുകളാണ് ലോഞ്ച് ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്, അവയിലെല്ലാം ഒരു മുൻകൂർ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ വ്യോമസേന. ഈ വിവരം അവർ തന്നെ പുറത്തുവിടുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഹിസ്ബുള്ളയുടെ പ്രതികരണം? കാരണം അവർ ആ സമയത്ത് ഒരു പ്രത്യാക്രമണത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഹിസ്ബുള്ളയുടെ സ്ഥാനങ്ങളിൽ ഇസ്രായേൽ ഇത്രയും വലിയ മുൻകരുതൽ ആക്രമണം നടത്തിയത്. ഇതിൽ ഹിസ്ബുള്ളയ്ക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ വിമാനങ്ങളും ഈ ആക്രമണം പൂർത്തിയാക്കി തങ്ങളുടെ താവളങ്ങളിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ ഇതിന് ശേഷമാണ് പ്രശ്നം തുടങ്ങാൻ പോകുന്നത്. കഥ ഇതിന് ശേഷമാണ് തുടങ്ങാൻ പോകുന്നത് എന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ഹിസ്ബുള്ളയുടെ സ്ഥാനങ്ങൾ തകർത്ത് ഇതിനുശേഷം ഹിസ്ബുള്ള ഉടനൊന്നും തിരിച്ചടിക്കില്ല എന്ന് ചിന്തിച്ച് തിരിച്ചു വരുമ്പോഴാണ് ഹിസ്ബുള്ള അവരുടെ ആക്രമണം നടത്താൻ തുടങ്ങിയത്. ഏകദേശം 320-ലധികം റോക്കറ്റ്സ് ഇസ്രായേലിൻ്റെ മുൻകൂർ ആക്രമണത്തിന് ശേഷം ഹിസ്ബുള്ള അയക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ ലബനനിൽ കടന്ന് ഒരു ആക്രമണം നടത്തിയത് തന്നെ അവർ ഇതുപോലെ മിസൈലുകളോ റോക്കറ്റോ വിക്ഷേപിക്കാൻ പാടില്ല എന്നതിനു വേണ്ടിയാണ്. എന്നാൽ ഹിസ്ബുള്ള ആക്രമണം തുടങ്ങിയത് ഇസ്രായേലിൻ്റെ ഈ മുൻകൂർ ആക്രമണത്തിന് ശേഷമാണ്. 320-ലധികം റോക്കറ്റ്സ് 11 സ്ഥലങ്ങളിൽ ലക്ഷ്യമാക്കി വെടിവെച്ചു. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ-അവീവ് ഒഴികെ 11 സ്ഥലങ്ങൾ ഞങ്ങൾ ലക്ഷ്യമിട്ട് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ ആ സ്ഥലങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു. അവ മിരോൺ ബേസ്, നവിസീവ് ബേസ്, സാവ്താൻ ബേസ്, അൽ-സവ്ര ബാരാക്ക്, അൽ-ഷാഹിൻ ബേസ്, കില്ല ബാരാക്ക്, യുഎഫ് ബാരാക്ക്, നാഫ ബേസ്, യാദാൻ ബേസ്, എൻജിഡേം ബേസ്, റാമോത്ത് നഫ്താലി ബാരാക്കുകൾ എന്നിവയാണ് ആ സ്ഥലങ്ങൾ. ഈ 11 സ്ഥലങ്ങൾ തന്ത്രപരമായി മാത്രമല്ല, ഇസ്രായേലിൻ്റെ പ്രതിരോധത്തിനും ആക്രമണ ഓപ്പറേഷനും വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്.
ഈ സ്ഥലങ്ങൾക്ക് നേരെ ഞങ്ങളുടെ ആക്രമണം നടത്തിയെന്ന് പറയുകയും അതിനുള്ള വീഡിയോ ദൃശ്യങ്ങൾ അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. നിരീക്ഷണ ഡ്രോണുകൾ വഴിയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഇപ്പോൾ ഈ ചിത്രം നിങ്ങൾ നോക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഇത് ലെബനൻ്റെ ഏതോ ഒരു ഭാഗമാണ് എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇത് ലെബനൻ അല്ല, ഇസ്രായേലിൻ്റെ വടക്കൻ ഭാഗമാണ്. ഇന്ന് രാവിലെ മുതൽ ഹിസ്ബുള്ള തൊടുത്തുവിടുന്ന റോക്കറ്റുകൾ കാരണമുണ്ടായ തീ വിപത്താണിവ. അത് ജനവാസ മേഖലകളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നതിന് ഇത് വ്യക്തമായ ഒരു ചിത്രമാണ്. അങ്ങനെ ഇസ്രായേൽ ഒരു മുൻകൂർ ആക്രമണം നടത്തി ഹിസ്ബുള്ളയെ ഇത്രയധികം അടിച്ചതിന് ശേഷവും ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ ഇത്രയധികം റോക്കറ്റുകൾ ഹിസ്ബുള്ള പ്രയോഗിച്ചു. ഇത് ഇസ്രായേലിൽ വലിയൊരു പ്രശ്നം തന്നെ സൃഷ്ടിച്ചു. അതിനാൽ ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന മിസൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ച് വരും ദിവസങ്ങളിൽ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് അറിയപ്പെടുന്ന ഒരു വസ്തുതയായി ഇത് മാറി. ടൈം ലൈൻ നോക്കിയാൽ കൃത്യം 4:30 തന്നെ ഇസ്രായേലിൻ്റെ മുൻകൂർ ആക്രമണം ലെബനിൽ നടന്നു. പുലർച്ചെ 4:30 സംഭവിച്ചത്. 200 സ്ഥലങ്ങളാണ് അവർ ലക്ഷ്യമിട്ടത് ലെബനിലെ ഹിസ്ബുള്ള പൊസിഷൻസിൽ. പക്ഷേ അരമണിക്കൂറിനുള്ളിൽ, കൃത്യമായി പറഞ്ഞാൽ 5 മണിക്ക് മുൻപ് തന്നെ ഹിസ്ബുള്ള തിരിച്ച് അവരെ ആക്രമിക്കുകയായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ ഇസ്രായേലിൻ്റെ സ്ഥാനങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇതുവരെ സ്ഥിരീകരിച്ച വാർത്തകളൊന്നും വന്നിട്ടില്ല. ഗ്രൗണ്ട് സോഴ്സ് വഴി കിട്ടിയ വിവരമനുസരിച്ച് ഹിസ്ബുള്ളയുടെ ആക്രമണത്തെക്കുറിച്ച് നേരത്തെ മൊസാദ് കണ്ടെത്തിയതിനാൽ ഇസ്രായേൽ മുൻകൂട്ടി ആസൂത്രണം നടത്തിയാണ് ഈ ആക്രമണം ചെയ്തത്. മൊസാദ് മാത്രമല്ല, ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സംഘവും ഒന്നിച്ച് ഇത് ഊഹിച്ചെടുത്തതുകൊണ്ട് ഇസ്രായേലിന് ഇതുവരെ ആളപായമൊന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ ആളപായം ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. കാരണം റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് നേരെ ചില ആക്രമണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ മരിച്ചില്ലെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ പൊതുജനങ്ങളിൽ ചിലർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മൊസാദിൻ്റെ രഹസ്യാന്വേഷണ സംഘം ആക്രമണത്തിൻ്റെ കോർഡിനേറ്റുകൾ ശേഖരിച്ചതുകൊണ്ട് തന്നെ വലിയൊരു ഭീഷണിയിൽ നിന്നും ഇപ്പോൾ ഇസ്രായേൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇസ്രായേൽ ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് പറയാൻ കാരണം ഈ പ്രിയംപ്റ്റീവ് സ്ട്രൈക്കിന് ശേഷം ഹിസ്ബുള്ള നടത്തിയ ഈ റിവെഞ്ച് ആക്രമണമാണ്. ഹിസ്ബുള്ളയുടെ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ഇസ്രായേൽ എന്തൊക്കെ ചെയ്താലും അവരുടെ വ്യോമസേന ഉപയോഗിച്ച് ഞങ്ങളുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ റോക്കറ്റ് യൂണിറ്റുകൾ എന്നിവ മുഴുവനായും ആക്രമിക്കാൻ ആഗ്രഹിച്ചാലും ഇസ്രായേലിന് അത് പൂർണ്ണമായും ചെയ്യാൻ കഴിയില്ല. ഇസ്രായേൽ ഞങ്ങളെ എങ്ങനെ ആക്രമിച്ചാലും അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങളുടെ ഹിഡൻ സൈറ്റുകളിൽ നിന്ന് റോക്കറ്റുകൾ വിക്ഷേപിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ട് എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകി. മാത്രവുമല്ല, ഇത് ആദ്യഘട്ടം മാത്രമാണ്. ഞങ്ങൾ ആക്രമണത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചു. ഇത് ആവർത്തിച്ച് സംഭവിക്കാൻ പോകുന്നു. വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ അടുത്ത ഘട്ട ആക്രമണങ്ങൾ തീർച്ചയായും ഇസ്രായേലിൽ നടത്തുമെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകി. അതിനാൽ ആക്രമണത്തിൻ്റെ ആദ്യഘട്ടം നടത്തിയിട്ടുണ്ട്. മറുവശത്ത് ഹൂത്തികൾ ചെങ്കടൽ പ്രദേശത്തെ സൈനിക കപ്പലുകൾ, അത് ഏത് രാജ്യത്തെ സൈനിക കപ്പലുകളാണെങ്കിലും ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയുകയും ആക്രമിക്കുകയും ചെയ്തു. ഇനി ഈ പട്ടികയിൽ ഇറാൻ മാത്രമാണ് അവശേഷിക്കുന്നത്. കാരണം ഹിസ്ബുള്ള അവർ പറഞ്ഞത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇറാൻ ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടേയില്ല. ഇത് ഇറാനിൽ പരോക്ഷമായും അല്ലാതെയും ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനോട് ഇസ്രായേലിൻ്റെ പ്രതികരണം എന്താണ്? കാരണം ഹിസ്ബുള്ള തങ്ങളുടെ ആദ്യഘട്ട ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. 320-ലധികം റോക്കറ്റുകളും വിക്ഷേപിച്ചു. ഇതിൽ ഡ്രോണുകളുടെ കണക്കൊന്നും തന്നെ ഇല്ല. അവർ എത്ര ഡ്രോണുകൾ വിക്ഷേപിച്ചുവെന്ന് ശരിയായി അറിയില്ല. 50-ലധികം ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ചില സ്രോതസ്സുകൾ പറയുന്നു. എന്നാൽ അവരുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ ഇതുവരെ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടില്ല. അതിനാൽ ഡ്രോണുകളുടെ എണ്ണം വ്യക്തമായി അറിയില്ല. എന്നാൽ ഇസ്രായേലിൻ്റെ ഇൻ്റർസെപ്റ്ററുകൾ, എയർഫോഴ്സ് വിമാനങ്ങളിൽ നിന്നുള്ള ഇൻ്റർസെപ്റ്ററുകൾ ഹിസ്ബുള്ളയുടെ ഡ്രോണുകളെ ഇസ്രായേലിൻ്റെ വ്യോമാതിർത്തിക്കുള്ളിൽ തടഞ്ഞു നിർത്തുന്നതിൻ്റെ വീഡിയോകളും ഇപ്പോൾ വൈറലാവുകയാണ്. ഇസ്രായേലിൻ്റെ വടക്കൻ പ്രദേശങ്ങൾ മാത്രമായിരിക്കും ഹിസ്ബുള്ള ലക്ഷ്യമിടുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ വടക്ക് മുതൽ മധ്യ ഇസ്രായേൽ, അവരുടെ തലസ്ഥാനം വരെയും ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിൽ ആ 11 പ്രദേശങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അടുത്തിടെ വിമാനത്താവളങ്ങൾ അടച്ചിരുന്നു. പതിവ് പോലെ അത് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാലും വടക്കൻ പ്രദേശത്ത് ചേർന്നുള്ള വ്യോമാതിർത്തി ഒഴിവാക്കാൻ ഇസ്രായേൽ വാണിജ്യ വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. തീർച്ചയായും പ്രശ്നം ഇതോടുകൂടി അവസാനിക്കില്ല. വരും ദിവസങ്ങളിൽ ഈ പ്രശ്നം വർദ്ധിക്കും. ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇറാനും ആക്രമിക്കാൻ പോകുന്നു. അതിനാൽ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെ പിന്തുണയ്ക്കണമെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി പറഞ്ഞു.
ഇസ്രായേലിനെതിരെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും ഞങ്ങളെ പിന്തുണയ്ക്കണമെന്ന് എല്ലാവരുടെ സപ്പോർട്ടും അദ്ദേഹം ചോദിച്ചു. അതിനാൽ ഇറാന്റെ പ്രതികരണം വന്നാൽ മാത്രമേ ഇത് ഹിസ്ബുള്ള പ്ലാൻ ചെയ്ത് നടത്തിയതാണോ, അല്ലെങ്കിൽ ഇറാൻ ഒരിക്കലും ആക്രമിക്കില്ല എന്ന് ചിന്തിച്ച് അതിനു മുൻപ് തന്നെ ഒരാക്രമണം നടത്തിയതാണോ എന്ന് അറിയാൻ സാധിക്കൂ. എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു തന്നെ പറയാം, ഹിസ്ബുള്ള അവരുടെ ആക്രമണം ഇസ്രായേലിൽ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ യുദ്ധ ക്യാബിനറ്റ് യോഗം അടിയന്തരമായി ചേർന്നു. ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ മുൻകൂർ ആക്രമണം നടത്തി. അതിനുശേഷം ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ 320-ലധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. ഇങ്ങനെ അവർ ഇസ്രായേലിൻ്റെ വ്യോമസേനയെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.